ഇലുവിന് എങ്ങനെ കിട്ടണ്ടേ? എനിക്ക് 2 കൊമ്പാക്കിട്ട്. 2 കൊമ്പ് വേണ്ടേ? ഓക്കേ. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ മോനും ഓൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇലൂനപ്പോൾ ഇന്ന് 2 സൈഡിലേക്ക് കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഓളെ ഇഷ്ടത്തിന് അങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. പിന്നെ ഓളിട്ട ഈ ഒരു ഡ്രസ്സ് ഞാൻ തെമൂന്നൊന്ന് ജസ്റ്റ് വാങ്ങി നോക്കിയതാട്ടോ. ഞാൻ കുറേ ആയി ഡ്രസ്സ് ഇങ്ങനെ കാണുന്നു. അപ്പം ഇപ്പോൾ സമ്മറൊക്കെ അല്ലേ, അപ്പോൾ ഇത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഒരു അത്ര ക്വാളിറ്റി തോന്നണില്ല. പിന്നെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിനോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ വിളിച്ച് കണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് വരും, അപ്പോഴത്തേനും റെഡി ആയി നിന്നോളിന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. സാധാരണ വ്യാഴാഴ്ച നമ്മൾ കുട്ടികളെയും കൊണ്ട് പാർക്കിലൊക്കെ പോയി അവിടുന്ന് കുറേ നേരം കളിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇപ്പം ഇന്ന് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ പാർക്കിലൊന്നും പോകാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കും ക്ഷീണമാവും. അപ്പോൾ പാർക്കിൽ പോകണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഓരതിനോണ്ട് തന്നെ അത്ര ഹാപ്പി അല്ല അന്ന് പാർക്ക് പോവാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പോയി ഭക്ഷണം കഴിച്ച് വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇലുവിൻ്റെ ഈ ഒരു ഡ്രസ്സിലേക്ക് എനിക്ക് മുടി അയച്ചിട്ടിട്ട് സ്റ്റൈൽ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഓക്ക് 2 കൊമ്പ് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് കുറേ കാലമായില്ലേ 2 കൊമ്പ് കെട്ടിയിട്ട്. അപ്പം ഇന്ന് എനിക്ക് 2 കൊമ്പ് കെട്ടിയാൽ മതി എന്നും പറഞ്ഞങ്ങാണ്ട് അപ്പോൾ പിന്നെ വിചാരിച്ചു ഏതായാലും ഓളെ ഇഷ്ടത്തിന് കെട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 സൈഡിലേക്ക് കെട്ടിക്കൊടുത്തതാണ്. പിന്നെ ഓക്ക് ഐബ്രോ എഴുതിയിട്ടില്ലെങ്കിൽ രസമില്ല എന്നാണ് എൻ്റെ അമ്മ പറയണത്. പക്ഷേ എനിക്ക് ഐബ്രോ എഴുതാഞ്ഞാൽ വേറൊരു രസം, ഐബ്രോ എഴുതിയാലും വേറൊരു രസം. ചില ഡ്രസ്സിലേക്ക് എനിക്ക് തോന്നും ഐബ്രോ എഴുതാഞ്ഞാലാണ് ഒന്നും പാടി രസം എന്നുള്ളത്. പക്ഷേ ഐബ്രോ എഴുതാതെ കണ്ട എൻ്റെ അമ്മനോട് എനിക്ക് അപ്പം ചീത്തേക്കും, കുട്ടിക്ക് ഐബ്രോ എഴുതി കൊടുക്കുക എന്ന് പറയും. നിങ്ങൾക്ക് എന്താ തോന്നണത്? ഓക്ക് എങ്ങനെയാണ് രസം? ഐബ്രോ എഴുതിയിട്ടാണോ എഴുതാതാണോ രസം? എന്തായാലും ഇന്ന് ഞാൻ ഓക്ക് ഐബ്രോ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓക്ക് കണ്ണ് എഴുതണം എന്ന് പറഞ്ഞേ. എപ്പോഴെങ്കിലേ കണ്ണ് എഴുതണം എന്ന് പറയുള്ളൂ. ഓക്ക് ഇഷ്ടമല്ലേ കണ്ണ് എഴുതണതൊന്നും. അപ്പോൾ ഓൾ പറഞ്ഞ സ്ഥിതിക്ക് 2 വാലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഓക്ക് മീനിൻ്റെ മരത്തെ വാലിടണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 2 വാലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഓക്ക് ഈ ഒരു മാലയും ബ്രേസ്ലെറ്റും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ചില ദിവസം ഞാൻ ഓളെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കും. പക്ഷേ ചില ദിവസം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കച്ചറ ഉണ്ടാവലുണ്ട്. ഓക്കത് ഇഷ്ടപ്പെടില്ല. നമുക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിക്ക് ഓളെ റെഡിയാക്കണം എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഓക്കത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ നല്ല കച്ചറ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ ഇതാ മാറ്റലും എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ ഇറങ്ങുകയാണ്. ഇക്കാക്കൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം പറഞ്ഞു തന്നതാട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ശേഷം ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം കേട്ടോ നമ്മളിവിടെ പോണത്. ചില റെസ്റ്റോറൻറ്റിൽ ചില സാധനം നന്നാവും, ചിലത് നന്നാവില്ല, അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. പ്രത്യേകിച്ച് അവിടുത്തെ മോമോസ്, അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളവിടെ എത്തി. ഫസ്റ്റ് തന്നെ സൂപ്പ് ഓർഡർ ചെയ്ത്. ഞാൻ സാധാരണ സൂപ്പ് കഴിക്കലില്ല കേട്ടോ, പക്ഷേ ഇതെനിക്കിഷ്ടമായി. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സൂപ്പ്. പിന്നെ അടുത്തത് ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഡൈനാമിക് മോമോസ്. ഈ ഡൈനാമിക് സോസിൽ ഡിപ്പ് ചെയ്ത് കണ്ടത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതാ സോസിൻ്റെ ടേസ്റ്റാണോ മോമോസിൻ്റെതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മോമോസ് സോസ് ഇല്ലാതെ വാങ്ങിയിന് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഈ ഡിപ്പും ഈ മോമോസും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഇത്രയും ടേസ്റ്റ് എന്ന്. പിന്നെ ചിക്കൻ കബാബ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ
ഇതാ നമ്മളെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുഴുവൻ കഴിച്ചിട്ടില്ല കേട്ടോ, ബാക്കിയുള്ളത് പാർസലാക്കി എടുത്ത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടമായിണെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഹൈപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.